Hi all. Today let us discuss a poem by Arun Kolatke. The title of the poem is An Old Woman. The poem Old Woman is prescribed for 5th semester BA English under University of Calicut. The poet Arun Kolatke was a bilingual and he had written in both English and Marathi. He seemed to have believed his skills were equal in both, which no small thing. See, through his works, Arun Kolatke comes along with many themes, many obstacles, religious philosophies, blind imitations, and all. See, his society is being surrounded by all these blind imitations and blind faiths. But the poet is seemed to be a practical one, and he says that the impact of tradition, culture, and blind faith that is there prevalent in our society turn the Indians religious minded. Here we have to learn poem An Old Woman by the poet. See, the title itself is an image will bring into our mind a typical old woman who is a beggar. Through this image, he depicts how a normal man can easily be deceived by faith. See, this old woman we see in the premises of temple. Temple stands for what? Religious faith itself. Temple stands for religious faith itself. And here she begs for money. Money is what? Representation of material reality. And when she is continually begging and sticking on giving her something, finally the man who became her trap yielded to her request. That is what the poem brings out. So let us discuss the poem Old Woman in detail. An old woman grabs hold of your sleeve and tags along. See, you are visiting a temple. യു ആർ വിസിറ്റിംഗ് എ ടെമ്പിൾ. നിങ്ങളൊരു ക്ഷേത്രം സന്ദർശിക്കുകയാണ്. അവിടെ ഇങ്ങനെ പ്രായമായൊരു സ്ത്രീയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ സ്ത്രീ ഉണ്ടാവും. ക്ഷേത്രം ഒരു വിശ്വാസത്തിൻ്റെ ഒരു അടയാളമായതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു പരിസരത്ത് ഒരു പ്രായമായ സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രായമായ സ്ത്രീ അവിടെ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവളാണ്. അവൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഈ സ്ലീവിൻ്റെയോ ടാക്സിൻ്റെയോ ഒക്കെ ഒരു ഭാഗത്ത് അവർ പിടിമുറുക്കും. പിടിമുറുക്കി അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? ഷീ വാണ്ട്സ് എ 50 പൈസ കോയിൻ. ഷീ വാണ്ട്സ് മിയർലി എ 50 പൈസ കോയിൻ. ഷീ സേസ് ഷീ വിൽ ടേക്ക് യു ടു ദ horseshoe shrine. And if you are not ready to give her what she wants, she says she will take you to the horseshoe shrine. അങ്ങനെ നിങ്ങൾ ആ 50 പൈസ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവർ പറയും നിങ്ങളെന്താക്കാം, ഈ ഹോഴ്സ്ഷൂ ശ്രൈനിലേക്ക്, ആ കോവിലിലേക്ക് അവരെന്താക്കും, നിങ്ങളെ കൊണ്ടുപോകാമെന്ന് അവർ പറയും. യു ഹാവ് സീൻ ഇറ്റ് ഓൾറെഡി. നിങ്ങളത് ആദ്യമേ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, യു ഹാവ് സീൻ ഇറ്റ് ഓൾറെഡി. ഷീ ഹോബിൾസ് അലോങ്. ഹോബിൾസ് മീൻസ് ഡിഫിക്കൽട്ട്ലി. വിത്ത് ഡിഫിക്കൽട്ടി ഷീ വാക്സ് അലോങ് എനിവേ ആൻഡ് ടൈറ്റൻസ് ഹെർ ഗ്രിപ്പ് ഓൺ യുവർ ഷർട്ട്. അവർ നിങ്ങളുടെ പിന്നാലെ വിടാതെ കൂടുകയും നിങ്ങളുടെ ഷർട്ടിൻ്റെ മേലുള്ള ആ പിടുത്തം ഒന്ന് മുറുക്കുകയും ചെയ്യും. ആൻഡ് ടൈറ്റൻസ് ഹെർ ഗ്രിപ്പ് ഓൺ യുവർ ഷർട്ട്. ഷീ വോണ്ട് ലെറ്റ് യു ഗോ. നിങ്ങളെന്താക്കില്ല, വെറുതെ ആ 50 പൈസ അവർ ഭിക്ഷ യാചിച്ച ആ പൈസ കൊടുക്കാതെ അവരെന്താക്കില്ല, വിടൂല. യു നോ ഹൗ ഓൾഡ് വിമൻ ആർ.
You know, you may have already familiarized with how old women are. ഈ സ്ത്രീ സമൂഹം, പ്രായമായ സ്ത്രീകൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. They stick to you like a burr. They stick to you like a burr. അവരെന്ത് ചെയ്യും? നിങ്ങളെ ഒരു മെഷീൻ കണക്ക്, അങ്ങോട്ടൊന്നും പറയുന്നത് മനസ്സിലാവാത്ത ഒരു മെഷീൻ കണക്ക് നിന്നിലേക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കും. അതുപോലെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ബർറ് പോലെ അവരെന്താക്കും? ദേ വിൽ റിപ്പീറ്റ് വാട്ട് ദേ ആർ സേയിങ്. അവരെങ്ങനെ പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ട് അവർ നിന്നിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കും. യു ടേൺ അറൗണ്ട് ഫേസ് ഹെർ വിത്ത് എൻ എയർ ഓഫ് ഫൈനലി യു ടേൺ അറൗണ്ട് ആൻഡ് ഫേസ് ഹെർ. അങ്ങനെ തിരിഞ്ഞ് അവരെ അഭിമുഖീകരിക്കും വിത്ത് എൻ എയർ ഓഫ് ഫൈനാലിറ്റി. അവസാനം ഗതികെട്ട ആ ഭാവത്തിൽ അവരിലേക്ക് നിങ്ങൾ എന്താക്കും? അഭിമുഖീകരിക്കും. യു വാണ്ട് ടു എൻഡ് ദ ഫൈസ്. യു വാണ്ട് ടു എൻഡ് ദിസ് ആക്ടിവിറ്റി. ഈ മോശമായിട്ടുള്ള, ഈ ഫാഴ്സായിട്ടുള്ള, ഈ അർത്ഥശൂന്യമായിട്ടുള്ള ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിലേക്ക് തിരിയും. വെൻ യു ഹിയർ ഹെർ സേ. എപ്പോഴാണ് നിങ്ങൾ അവസാനം ഇങ്ങനെ തിരിയുക? വെൻ യു ഹിയർ ഹെർ സേ. അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്താ അവർ പറയുന്നുണ്ടാവുക? വാട്ട് എൽസ് ക്യാൻ ആൻ ഓൾഡ് വുമൻ ഡു ഓൺ ഹിൽസ് ആസ് റെസ്റ്റ് ആസ് ദീസ്. ഇതുപോലെ മോശമായിട്ടുള്ള ഒരു കുന്നിൻ പുറത്ത് ഒരു പ്രായമായ സ്ത്രീക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയുമെന്നവർ പറയുമ്പോൾ, യാചനയല്ലാതെ മറ്റൊന്ന് ചെയ്യാൻ കഴിയുമെന്നവർ പറയുന്നതോടുകൂടി നിങ്ങൾ എന്താവും? പതിയെ അവരിലേക്ക് തിരിയും. യു ലുക്ക് അറ്റ് ദ സ്കൈ. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കും. ക്ലിയർ ത്രൂ ദ ബുള്ളറ്റ് ഹോൾസ് ഷീ ഹാസ് ഫോർ ഹെർ ഐസ്. ദ ടൈം യു ലുക്ക് അറ്റ് ദ സ്കൈ യു റിയലൈസ് ദാറ്റ് ബോത്ത് ഹെർ ഐസ് ആൻഡ് സ്കൈ ഈസ് സെയിം ആസ് ബ്ലൂ. ക്ലിയർ ത്രൂ ദ ബുള്ളറ്റ് ഹോൾസ് ഷീ ഹാസ് ഫോർ ഐസ്. അവൾക്കുള്ള ആ ഒരു ഷാർപ്പായിട്ടുള്ള ആ കണ്ണിൻ്റെ ആ ഒരു ബുള്ളറ്റ് ഹോൾസിലൂടെ തന്നെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നത് പോലെ ഉണ്ടാവും. ദ സെയിം അറ്റ്മോസ്ഫിയർ ബി ദെയർ ഓവർ ദ സ്കൈ ആൻഡ് ഇൻ ഹെർ ഐസ് ആസ് യു ലുക്ക് ഓൺ. അങ്ങനെ നിങ്ങൾ തുടരുമ്പോൾ ദ ക്രാക്സ് ദാറ്റ് ബിഗിൻ അറൗണ്ട് ഹെർ ഐസ് സ്പ്രെഡ് ബിയോണ്ട് ഹെർ സ്കിൻ. The cracks that begin around her eyes. She has this magical power. She cracks begin around her eyes spread beyond her skin. അവരുടെ ആ കണ്ണിന് ചുറ്റും ഉണ്ടായിരുന്ന ആ ക്രാക്സ്, ബുള്ളറ്റ് ഹോൾസ് ക്രാക്സ്, സ്പ്രെഡ് ബിയോണ്ട് ഹെർ സ്കിൻ. അവരുടെ സ്കിന്നിലൂടെ ഇങ്ങനെ അതിങ്ങനെ പരന്ന് വ്യാപിക്കുന്നതായിട്ട് കാണും. ആൻഡ് ദ ഹിൽസ് ക്രാക്ക്. You realize the hills crack. That is the magical power of this belief, superstitious belief and blind imitation. And the temples cracks. You see the temples also crack. ഇതൊക്കെ ഇങ്ങനെ ക്രാക്ക് ആവുന്നതും ഇങ്ങനെ വിള്ളൽ വീഴുന്നതൊക്കെ നിങ്ങൾ കാണും. And the sky falls with a plate glass clatter. അധികവും നശിക്കാത്ത പൊട്ടാത്ത ഗ്ലാസിൻ്റെ ഒരു ക്ലാറ്റർ ശബ്ദത്തോടു കൂടെ സ്കൈ വരെ ഈ ഉതിർന്ന് വീഴുന്നതായിട്ട് നിങ്ങൾ ഇങ്ങനെ തോന്നും. അറൗണ്ട് ദ ഷട്ടർ പ്രൂഫ് ക്രോൺ ഹു സ്റ്റാൻഡ്സ് അലോൺ. ഷീ ഈസ് ഷട്ടർ പ്രൂഫ്. ഷീ ഡസ് നോട്ട് ഗെറ്റ് അഫക്റ്റഡ് ബൈ ഓൾ ദീസ്. അപ്പോഴും അവരിങ്ങനെ ഷീ സ്റ്റാൻഡ്സ് അലോൺ. അവരിങ്ങനെ ഇതൊന്നും ബാധിക്കാതെ അവരെങ്ങനെ നിൽക്കുന്നുണ്ടാവും. മൊത്തം എല്ലാ ഭാഗവും ഈസ് ബീൻ വാട്ട് ഈസ് ദെയർ അറൗണ്ട് ഹെർ ഷീൻ റെഡ്യൂസ്ഡ് ടു മിയർ ഡസ്റ്റ്. എല്ലാം ഇങ്ങനെ തകർന്ന് പോകുന്നത് പോലെ തോന്നും. But she is the representative of this belief, who stands alone. It is not affecting her. And you are reduced to so much small change in her hand. അവസാനം നമ്മളത് കൊടുക്കുകയും ചെയ്യും. And you are reduced to so much small change, that is 50 പൈസ. ആ 50 പൈസയിലേക്ക് നിങ്ങളങ്ങ് ചുരുങ്ങും. ഇൻ ഹെർ ഹാൻഡ്. അവരുടെ കയ്യിലെത്തിയിട്ടുണ്ടാകും. നമ്മളങ്ങനെ കൊടുക്കുന്നില്ല എന്ന് കരുതിയിട്ടുള്ള ആ 50 പൈസയായി മാറിയിട്ടുണ്ടാകും അവസാനം നിങ്ങൾ. ഈ ഒരു അവസ്ഥയാണ് ഈ കവി ഈ ഒരു കവിതയിലൂടെ പിക്ചറൈസ് ചെയ്യുന്നത്. നമ്മൾ ഈ സമൂഹം ഈ വിശ്വാസം, അന്ധവിശ്വാസങ്ങളും ബ്ലൈൻഡ് ഇമിറ്റേഷൻസും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിൽ പ്രാക്ടിക്കലായിട്ട് വിസ്ഡം, യുക്തി ഒക്കെ വെച്ച് ചിന്തിക്കുന്ന ആളുകൾ ഈ ഒരുപാട് ക്ലാറ്റർ സൗണ്ടുകളൊക്കെ കേട്ട് ദേ വിൽ ബി എൻഡിങ് പ്രേ ടു ഓൾ ദീസ് കൈൻഡ് ഓഫ് ഫോളീസ്. ദാറ്റ് ഈസ് വാട്ട് ഹിയർ പോയറ്റ് ഈസ് ട്രൈയിങ് ടു അഡ്വക്കേറ്റ്. Okay, that is the idea of this poem. I think you have got the idea. Anyway, thank you.